ഹലോ, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മോള് വന്നു. മോള് വന്ന് പെട്ടെന്ന് വന്നു. ഞാൻ മോളെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ മോൾ എങ്ങനെയാണെന്നറിയാമോ? സത്യം പറഞ്ഞ് ഇപ്പോൾ ഞങ്ങളെ പറ്റിച്ചു. പിള്ളേർ ഇവളും ഇവളുടെ കൂട്ടുകാരി ഉണ്ട് കേട്ടോ, രണ്ടുപേരും കൂടിയാണ്. ഇവരെന്ത് ചെയ്തു അറിയാമോ? ഞങ്ങളോട് പറഞ്ഞു ഈ മാസം വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കുറേ ദിവസമായി ഇപ്പോൾ ടിക്കറ്റ് നോക്കണ്ട്. ചിലപ്പോൾ പൈസ കുറച്ച് കൂടുതലാണ്, ടിക്കറ്റിന് ചാർജ് കൂടി വരുന്നുണ്ട്, അപ്പോൾ കുറയുന്നതനുസരിച്ച് എടുക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോയി. ഒരു 2-3 ആഴ്ചയായി പറഞ്ഞു തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ പറയേ വരണേ എപ്പോഴാന്ന് പറയാം, അപ്പോൾ നിനക്ക് വേണ്ടതൊക്കെ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിയാൽ. അവർക്ക് നമ്മുടെ ഇവിടുത്തെ ഫുഡൊക്കെ ഇപ്പോൾ 1 വർഷത്തോളമായി കഴിക്കാഞ്ഞിട്ടൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാൽ എനിക്ക് പുട്ടും കടലയും കഴിക്കണം, അച്ചാറ് കൂട്ടണം എന്നൊക്കെ ഇങ്ങനെ പറയണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ നീ പറഞ്ഞു വെക്കുക, ഞങ്ങൾക്ക് റെഡിയാക്കി വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് മിനിഞ്ഞാന്ന് എന്താ പറയുക, ഞങ്ങൾ വിചാരിക്കാതെ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ അതിലെ പിള്ളേരൊക്കെ ഇങ്ങനെ, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പെട്ടെന്ന് എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാനാണ് ഇഷ്ടം. നമ്മളൊക്കെ എങ്ങനെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ബോംബെയിൽ നിന്ന് വരികയാണെങ്കിൽ 1 മാസം മുമ്പേ 2 മാസം മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്യും. ടിക്കറ്റും ബുക്ക് ചെയ്ത് പിന്നെ പറഞ്ഞു വയ്ക്കും ഇത്ര തീയതി പുറപ്പെട്ട് ഇത്ര തീയതി വരൂ എന്നൊക്കെ പറഞ്ഞ് പുറപ്പെട്ട് വരൂ എന്നൊക്കെ പറഞ്ഞ് ട്രെയിനിൽ ജയന്തി ജനതയിലോ നേത്രാവതി എക്സ്പ്രസ്സിലോ ഒക്കെ ആയിരിക്കും വരുന്നത്. അങ്ങനെയല്ലേ പറയാറ്. പിന്നെ ആ ദിവസം വരെ എണ്ണി കാത്തിരിക്കും. പിന്നെ സ്റ്റേഷനിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരും കൊണ്ടുപോകാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷയോ ടാക്സിയോ ഒക്കെ പിടിച്ച് വീട്ടിലേക്ക് പോകും. അതൊരു കാലം. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരെങ്ങനെയാണ്? ഇപ്പോഴത്തെ ആ പിള്ളേർ സർപ്രൈസാണ്, എല്ലാം സർപ്രൈസ്. ഒരു ബർത്ത്ഡേ ആണ് ഇപ്പോൾ എൻ്റെ അല്ലെങ്കിൽ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ മുമ്പിൽ ഗിഫ്റ്റ് വന്ന് നിൽക്കുകയാണ് കൊറിയർ. അതായത് അയച്ചേക്കായിരിക്കും അവിടെ നിന്ന്. ഇവിടെ കൂട്ടുകാരോട് പറഞ്ഞ്, കാരണം അവിടെ നിന്ന് അയക്കാൻ പറ്റില്ല, അപ്പോൾ ഇവിടുത്തെ കുട്ടികളോട് പറഞ്ഞ് അവർ മുഖാന്തരം നമ്മുടെ മുമ്പിൽ വന്ന് കൊറിയർ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നും പറഞ്ഞ് വന്ന് നിൽക്കുകയാണ്. എല്ലാം സർപ്രൈസാണ്. അപ്പോൾ ഈ വരവും സർപ്രൈസായി പോയിട്ടോ. അത് കാരണം അപ്പോൾ ആ വീഡിയോ അവർ എടുത്തു വെച്ചിരുന്നു. അപ്പോൾ അത് ഇന്നലെയാണ് എനിക്ക് അവരുടെ ഫ്രണ്ടാണ് എടുത്തു വെച്ചത്. അപ്പോൾ ആ വീഡിയോ അയച്ചു തന്ന കാരണം അപ്പോൾ ആ വീഡിയോ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരു രസം അത്രയേ ഉള്ളൂ. കാരണം അതിശയിച്ച് നിൽക്കണ, എന്താ പറയുക, അതിശയിച്ച് പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതുപോലെ ഒരു എക്സ്പ്രഷൻ ആയിപ്പോയി. ഏതായാലും കുഴപ്പമില്ല, ചീറ്റിപ്പോയി എന്ന് തോന്നുന്നു. എന്നാലും നോക്കിക്കോളൂ കേട്ടോ. ഒന്ന് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ. പുറത്തില്ല കണ്ട ഒരു 5 മിനിറ്റില് പെട്ടി നിക്ക് അമ്മയുടെ പെട്ടിയെടുത്തിട്ടോ. എനിക്കും തോന്നിട്ടോ, സത്യമായിട്ട് തോന്നി. എനിക്കും തോന്നി നിങ്ങളും മിണ്ടാതെ ഒന്ന് പെട്ടെന്ന് പേടിച്ചു അമ്മ. നീ പോവാ, ഞാൻ പോവാ ശരിയെന്നാ അടുത്ത